ഹലോ സാർ. നിനക്ക് ഫോൺ എടുക്കാൻ എന്താ ഇത്ര താമസം? ഒന്ന് വേഗം ഫോൺ എടുത്തൂടെ? സാറേ, ഞാൻ ഊട്ടിയിൽ ടൂർ വന്നൊന്നുമല്ല. ഇത് ജയിലാ. ഫോൺ അങ്ങോട്ട് വൈബ്രേറ്റർ ഉടനെ ചാടി വീണെടുക്കാനൊന്നും പറ്റില്ല. ആ, അത് വിട്. അവിടേക്ക് പോയ കാര്യം എന്തായി? വല്ല നടക്കൂ? നീ എന്തൊന്നും മിണ്ടാത്തത്? ആ ഗൗതമിന്റെ കാര്യം എന്തായെന്ന്? സാറേ, ഞാൻ പല വഴികളും നോക്കുന്നുണ്ട്. ഒരു പ്ലാനും അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. നീ ജയിലിലേക്ക് പോയിട്ട് എത്ര ദിവസമായെന്നറിയോ? നീ അവിടെ എന്തെടുക്കുക? ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടല്ലല്ലോ സാറേ. പറ്റിയൊരു സമയം ഒത്തു കിട്ടണ്ടേ? ആ, എന്നാലേ ഒരു കാര്യം ചെയ്യാം. വൈകുണ്ഠം മനയിലെ നീലകണ്ഠൻ തിരുമേനിയെ കണ്ട് ഞാനൊരു നല്ല സമയം കുറിപ്പിച്ചങ്ങ് തരാം. എന്തു പറയുന്നു? എടാ, നിന്നിൽ എനിക്കൊരു അമിത പ്രതീക്ഷ ഉണ്ടായിരുന്നു. കോടതിയിൽ കേസ് വിളിക്കാൻ അധിക സമയമില്ല. എല്ലാം നിന്നോട് പറഞ്ഞല്ലേ? ആ നിധി കൃത്യമായിട്ട് ഗൗതമിനെ കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടങ്ങ് പോവും. സാറേ, എനിക്ക് കുറച്ച് സമയം കൂടി തരണം. ഇത് മാങ്ങ പറിക്കലൊന്നും അല്ലല്ലോ, ചെന്നോണ്ണെ തോട്ടയ്ക്ക് വലിച്ചിടാൻ. സാർ ഇങ്ങനെ കിടന്ന് വെള്ളം വെച്ചാ ഞാൻ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യും. അവസാനം എനിക്ക് കിട്ടുന്ന തൂക്കുകാരായിരിക്കും. ഞാൻ ചത്ത് മീൻ പിടിച്ചിട്ട് എനിക്ക് എന്ത് നേടാനാ സാറേ? നിന്നെ പിണക്കാൻ പറഞ്ഞല്ല. ആ ശിവാനിയും നിധിയും എല്ലാം പ്രണവിനെ അന്വേഷിച്ച് 4 പാടും വല വിരിച്ചേക്കുക. പ്രണവിനെ എങ്ങാനും നിധിയുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നഷ്ടപ്പെടുന്ന ഓരോ സെക്കൻഡും ഞാൻ നീങ്ങുന്നത് അപകടത്തിലേക്കായി പോകും. ഞാൻ ചെയ്യാം സാർ, ശരിയാക്കാം. നിന്റെ വർത്തമാനത്തിൽ എന്തോ ഒരു ആത്മവിശ്വാസക്കുറവുണ്ടല്ലോ. എന്തു പറ്റി? അയ്യോ സാറേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞതാ. എനിക്ക് കുറച്ച് സമയം കൂടി തന്നാ മതി. വെറും സാബുവിനെ കുടുംബ സാബു എന്ന് പേരിട്ട് ആളാക്കിയത് ഞാനാ. ഇപ്പൊ നിന്നെ ജയിലിലേക്ക് അയച്ചിരിക്കുന്നതും ഗൗതമിനെ തീർക്കാൻ വേണ്ടി തന്നെയാണ്. ആ, ഇനി ഊട്ടിയിൽ ടൂർ പോയ കഥയും മാങ്ങ പറിച്ച കഥയുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്, കേട്ടല്ലോ? ഇന്ന് രാത്രി ജയിലിൽ വെച്ച് ഗൗതമിനെ നീ കൊന്നിരിക്കണം. അതല്ല, നിന്നെക്കൊണ്ട് അതിന് പറ്റിയില്ലെങ്കിൽ പിന്നെ ഉടുമ്പ് സാബു എന്ന പേര് അന്തരീക്ഷത്തിൽ മാത്രമേ കാണൂ. ആ ജയിലിൽ തന്നെ പുത്തൻ താരോദയം ഉണ്ടാക്കും ഞാൻ. ഓർത്തോ? എങ്ങനെ എന്നൊന്നും എനിക്കറിയണ്ട. നാളെ രാവിലെ എനിക്ക് കിട്ടുന്ന വാർത്ത സബ് ജയിലിൽ വെച്ച് പ്രമുഖ വ്യവസായി ഗൗതം ഗോപിനാഥ് കൊല്ലപ്പെട്ടു എന്നതായിരിക്കണം. നീ എപ്പോഴാ വന്നത്? ഞാനിപ്പോ വന്നതേ ഉള്ളൂ സാറേ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എപ്പോ? പറ. ഞാൻ സംസാരിക്കുന്നവല്ലോ നീ കേട്ടോ? ഇല്ല സാർ, ഞാനൊന്നും കേട്ടില്ല. ഇങ്ങോട്ട് വന്നപ്പോഴാ കയ്യിൽ നിന്ന് ട്രെയിൻ നിലത്ത് വീണത്. വല്ല ബോധമുണ്ടോ നിനക്ക്? മാനേഴ്സ് ഉണ്ടോ? ഒരാള് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പുറകെ വന്നു കേൾക്കുന്നോ? ഒരു ഓഫീസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ആദ്യം പഠിക്കണം നീ. നോൺസെൻസ്. നിന്നെയൊക്കെ പിടിച്ച് ജോലിക്ക് നിർത്തിയവരെ വേണം അടിക്കാൻ. വേഗത ക്ലീൻ ചെയ്തിട്ട് വേറെ കോഫി ഉണ്ടോ? എത്രയും പെട്ടെന്ന് ഈ വിവരം നിധി അറിയിക്കണം. ജയിലിനകത്ത് ഫോൺ ഉപയോഗിക്കുന്നതിന് ഞങ്ങൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബുദ്ധിമുട്ടിച്ചാലും സോറി സർ, വേറെ വഴിയില്ല. എന്നിട്ട് അതൊന്നും സാറില്ല. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ സാറ് പുറത്തിറങ്ങി ബിസിനസ്സിൽ ഇനിയും ഉയരങ്ങളിലെത്തണം. എന്നാലേ എന്റെ മോളെ പോലെ ഒരുപാട് കുട്ടികൾക്ക് അവർ സ്വപ്നം കണ്ട തൊഴിലും വിദ്യാഭ്യാസവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. സാറ് വിളിക്ക് സാറേ. കുറച്ചു ദിവസം കൊണ്ട് നീ നന്നായി അങ്ങ് ക്ഷീണിച്ചു. നേരെ ചൊവ്വേ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ, ഉറക്കമില്ല. ആ, ഗൗതം തിരിച്ചു വരുമ്പോ ആദ്യം ചോദിക്കുന്നത് അതൊന്നും ആവില്ല. എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി, നീ എന്റെ അമ്മയെ നേരാവേണ്ണം നോക്കിയില്ലെന്നൊക്കെ ചോദിച്ച് എന്നെ ആയിരിക്കും വഴക്ക് പറയാൻ പോകുന്നത്.
കണ്ടില്ലേ നിൽക്കുന്ന കോലം.